മധ്യ കേരളത്തിൽ ഏറ്റവും ശക്തമായ രീതിയിൽ തെരഞ്ഞെടുപ്പ് നടന്ന രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്ന മധ്യ കേരളത്തിന്റെ ഗതി നിർണയിക്കുന്ന കോട്ടയത്ത് മൊത്തം 9 നിയോജക മണ്ഡലങ്ങളിലായി വലിയ ശക്തമായ പോരാട്ടങ്ങൾ നടന്നപ്പോൾ UDF-ഉം LDF-ഉം BJP-യും എന്താണ് അവിടുത്തെ കണക്കുകൾ എന്ന് നോക്കുമ്പോൾ ഈ കേരളത്തിൽ ഇലക്ഷന് ശേഷവും ഇലക്ഷന് മുമ്പും പോളിംഗ് വെച്ചും ചരിത്രങ്ങളെ വെച്ചും പോരാട്ടങ്ങളുടെ വീര്യങ്ങളെ വെച്ചും ഒക്കെ കണക്ക് കൂട്ടുമ്പോൾ BJP കോട്ടയം ജില്ലയിൽ താമര വിരിയിക്കില്ല എന്ന് 100% ഉറപ്പിച്ച് ഏതൊരു മുന്നണിയും പറയുന്നു, ഏതൊരു നിരീക്ഷകനും ഏത് രാഷ്ട്രീയ ചിന്തകനും കേരളത്തിന്റെ പൊതുബോധവും പറയുന്നു എന്നുള്ളതാണ്. LDF-ഉം UDF-ഉം നേർക്കുനേർ പോരാട്ടങ്ങളെ കൊണ്ടുപോയ കോട്ടയത്തിൽ ആരാണ് ഏറ്റവും കൂടുതൽ മുൻതൂക്കം ഉണ്ടാക്കുക എന്നുള്ളതാണ് വലിയ രീതിയിലുള്ള ചർച്ചാ വിഷയം. പാലായിൽ ജോസ് കെ മാണിയും മാണി സി കാപ്പനും സാക്ഷാൽ പൂഞ്ഞാറാശാനായ PC ജോർജിന്റെ മകൻ ഷോൺ ജോർജും തീപാറുന്ന പോരാട്ടങ്ങളെ വെച്ചപ്പോ പാലായുടെ മാണി സാറിന്റെ മകനിലേക്ക് തന്നെ ഒരു എഡ്ജ് കാണുന്നു പാലായിൽ എന്നുള്ളതാണ്. കൃത്യമായി ക്രൈസ്തവ സഭ വലിയ രീതിയിൽ വോട്ടിന് വേണ്ടി ഒരു ക്രോഡീകരണം പാലായിൽ ഉണ്ടായതായി കാണാൻ സാധിക്കുന്നു നമുക്ക്. ജോസ് കെ മാണി കൃത്യമായ രീതിയിൽ ഫണ്ട് ഇറക്കി വലിയ രീതിയിലുള്ള പ്രചാരണങ്ങൾ നടത്തി തന്റെ എക്സിസ്റ്റൻസ് ഈ പാർട്ടിയുടെ നായകനായി നിൽക്കുമ്പോൾ വിജയിച്ചേ തീരൂ എന്നുള്ള നിലനിൽപ്പിന് വേണ്ടിയുള്ള ഒരു പോരാട്ടം തന്നെയാണ് ജോസ് കെ മാണി പാലായിൽ നടത്തിയത് എന്നുള്ളത് കൊണ്ട് തന്നെ എഡ്ജ് പാലായിൽ ജോസ് നേടുന്നു എന്നുള്ളതാണ്. കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിന്റെ ഏറ്റവും ശക്തമായ ഒരു പോരാട്ടത്തിന് അവരുടെ അധ്യക്ഷൻ, അവരുടെ നേതാവ് തന്നെ, ആ പാർട്ടിയുടെ ചെയർമാൻ തന്നെ ഇറങ്ങിയ പാലായിൽ അവസാനം ഷോൺ ജോർജിനെയും മാണി സി കാപ്പൻ എന്ന സിറ്റിംഗ് MLA-യും തറപറ്റിച്ചുകൊണ്ട് അതിഭീകരമായ ടൈറ്റ് പോരാട്ടത്തിനൊടുവിൽ മെയ് 4 ഇപ്പോൾ എഡ്ജ് പറയുന്ന ജോസ് കെ മാണി തന്നെ ഒന്നാമതെത്തുമെന്ന് രാഷ്ട്രീയ നിരീക്ഷകരും മുഖ്യധാരാ മാധ്യമങ്ങളും സർവേകളും ഒരുപോലെ സാക്ഷ്യം വെക്കുന്നു എന്നുള്ളതാണ്. വൈക്കത്ത് CPI-യുടെ ആശയ്ക്കു ശേഷം വന്ന P പ്രദീപ് തന്നെ വരും. അതായത് കോട്ടയം ജില്ലയിൽ LDF-ന് യാതൊരു രീതിയിലുമുള്ള ഒരു അനക്കം സംഭവിക്കില്ല, ഒരനക്കവും സംഭവിക്കില്ല, ഒരു സ്ഥാനഭ്രംശവും സംഭവിക്കില്ല എന്നുള്ള 2 മണ്ഡലങ്ങൾ, ഉരുക്കുകോട്ടകൾ. അതാണ് വൈക്കവും ഏറ്റുമാനൂരും എന്നുള്ളതാണ്. വൈക്കത്ത് P പ്രദീപ് CPI-യുടെ നേതാവാണ്. ഏറ്റുമാനൂര് സാക്ഷാൽ വാസവൻ നിലവിലെ മന്ത്രിയുമാണ്, മധ്യ കേരളത്തിന്റെ ഇടതു നായകനുമാണ് വാസവൻ. ഇവർ രണ്ടുപേരും 16ാം നിയമസഭയുടെ പടി ചവിട്ടുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല എന്നുള്ളതാണ്. ചങ്ങനാശ്ശേരിയിൽ അതിഭീകരമായ പോരാട്ടമാണ് നടന്നത്. കാരണം ചങ്ങനാശ്ശേരിയുടെ രാഷ്ട്രീയ ചരിത്രം എടുക്കുമ്പോൾ ഏറ്റവും കൂടുതൽ പ്രവചനാതീതമായ രീതിയിൽ ആ മണ്ഡലത്തെ മുമ്പോട്ട് കൊണ്ടുപോയ തെരഞ്ഞെടുപ്പ് പര്യടനങ്ങളും നെക്ക് ടു നെക്ക് മാർജിനിൽ ഇപ്പോഴും നിൽക്കുന്ന ഒരു മണ്ഡലമായി ചങ്ങനാശ്ശേരി അവശേഷിക്കുന്നു എന്നുള്ളത്. മെയ് 4 വോട്ടെണ്ണൽ ദിവസം വരെ ചങ്ങനാശ്ശേരിയുടെ പ്രവചനാതീതമായ സ്വഭാവം അങ്ങനെ തന്നെ നിൽക്കും. പക്ഷേ കേരള കോൺഗ്രസ് മാണി വിഭാഗം ജോസ് കെ മാണിയുടെ നേതൃത്വത്തിൽ ശക്തമായ സ്വാധീനമായി മാറാൻ, ശക്തമായി വലിയ രീതിയിലുള്ള പ്രവർത്തനങ്ങളൊക്കെ നടത്തി മുമ്പോട്ട് വന്ന ഒരു പാർട്ടിയുടെ ക്രോഡീകരണവും ഒത്തിണക്കവും ഒക്കെ വെച്ച് നോക്കുമ്പോൾ ചങ്ങനാശ്ശേരിയിൽ മാണി വിഭാഗത്തിന്റെ നേതാവ് തന്നെ, സ്ഥാനാർത്ഥി തന്നെ ജയിച്ചു കയറി വരും എന്നുള്ളതാണ്. കേരള കോൺഗ്രസ് മാണിയുടെ കോട്ടയത്തെ 2ാമത്തെ സീറ്റായി ചങ്ങനാശ്ശേരിയും ടൈറ്റ് ഫൈറ്റിനൊടുവിൽ മാറാൻ സാധ്യത എന്നുള്ളത്. കാഞ്ഞിരപ്പള്ളിയിൽ ജയരാജൻ തോൽക്കുന്ന കാലമുണ്ടാകുമോ ആർക്കറിയാം. അത്രമേൽ ശക്തമായ ഒരു പോരാട്ടം എന്നൊന്നും പറയാനില്ലാതെ വൈക്കവും അതുപോലെ തന്നെ ഏറ്റുമാനൂരും കഴിഞ്ഞാൽ കോട്ടയത്തെ LDF-ന്റെ ഉരുക്കുകോട്ടയായി ജയരാജന്റെ കാഞ്ഞിരപ്പള്ളി തുടരും, യാതൊരു സംശയവുമില്ല. പൂഞ്ഞാറ് നടക്കുന്നത് പ്രവചനാതീതമാണ്. കാരണം സെബാസ്റ്റ്യൻ കുളത്തിങ്കലിനോട് വോക്സ് തന്നെ പോയിട്ട് പര്യടനത്തിന്റെ ഭാഗമായി ചോദിക്കുമ്പോൾ എന്റെ മത്സരം പൂഞ്ഞാറിൽ PC ജോർജുമായാണ് എന്ന് പറയുകയും കൃത്യമായി ന്യൂനപക്ഷ വോട്ടുകൾ ഈ പറയുന്ന ജോസ് കെ മാണിയുടെ പാർട്ടിയിൽ 2ാം തവണ മത്സരിക്കുന്ന സെബാസ്റ്റ്യൻ കുളത്തിങ്കലിലേക്ക് ക്രോഡീകരിക്കപ്പെടാൻ, ഏകീകരണ സ്വഭാവത്തിലേക്ക് വരാനുള്ള ചിട്ടയായ പ്രവർത്തനങ്ങൾ തന്നെയായിരുന്നു അവിടെ നടന്നതെന്നുള്ളതാണ്. MJ സെബാസ്റ്റ്യൻ വലിയൊരു സ്ഥാനാർത്ഥിയായി അവിടെ വലിയ പര്യടനങ്ങളൊക്കെ കൊണ്ടുപോയെങ്കിലും പൂഞ്ഞാറ് ടൈറ്റ് ഫൈറ്റ് തന്നെയാണ്. കോട്ടയത്ത് ടൈറ്റ് ഫൈറ്റ് നടക്കുന്ന മണ്ഡലങ്ങളാണ്, യാതൊരു സംശയവുമില്ല, പൂഞ്ഞാറും ചങ്ങനാശ്ശേരിയും പാലായും ഒക്കെ എന്നുള്ളതാണ്. പക്ഷേ
പൂഞ്ഞാറും സെബാസ്റ്റ്യൻ കുളത്തിങ്കലിന്റെ നിശബ്ദമായ ഒരു അലയൊലി, ഒരു തരംഗം പൂഞ്ഞാറിലും കാണുന്നു. ടൈറ്റ് ഫൈറ്റിനൊടുവിൽ അതും LDF-നൊപ്പം ചേരുമെന്ന് തന്നെയാണ് ആ മണ്ഡലത്തിൽ നടത്തിയ സർവേകളും കാര്യങ്ങളും ഒക്കെ വെച്ച് മുഖ്യധാരാ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നതും രാഷ്ട്രീയ നിരീക്ഷകരൊക്കെ മുഖ്യധാരാ മാധ്യമങ്ങളിൽ ഇരുന്ന് ചർച്ചകളിൽ ഒന്നടങ്കം പറയുന്നതും. അങ്ങനെ LDF-ന് 6 സീറ്റ് കോട്ടയത്ത് കിട്ടുന്നു എന്നുള്ളതാണ്. അതിൽ പാല, വൈക്കം, ഏറ്റുമാനൂര്, ചങ്ങനാശ്ശേരി, കാഞ്ഞിരപ്പള്ളി, പൂഞ്ഞാർ, അങ്ങനെ 6 സീറ്റുകൾ. വൈക്കവും ഏറ്റുമാനൂരും കാഞ്ഞിരപ്പള്ളിയും ഒക്കെ ഉരുക്കുകോട്ടകളായി നിൽക്കുമ്പോൾ പാലായിലും ചങ്ങനാശ്ശേരിയിലും പൂഞ്ഞാറിലും ടൈറ്റ് ഫൈറ്റിനൊടുവിൽ എഡ്ജ് ഇടത് നേടുന്നു എന്നുള്ളതാണ്. UDF-ൽ കടുത്തുരുത്തിയിൽ കേരള കോൺഗ്രസ് ജോസഫിന്റെ മോൻസ് ജോസഫ് തുടരുക തന്നെ ചെയ്യും. അവിടെയും യാതൊരു തരത്തിലുള്ള ഒരു മാറ്റത്തിനും രാഷ്ട്രീയ കേരളം കാണാൻ പോകുന്നില്ല എന്ന് തന്നെ രാഷ്ട്രീയ നിരീക്ഷകർ ഒരുപോലെ പറയുന്നു. കോട്ടയത്ത് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഒരനക്കമില്ല. പുതുപ്പള്ളിയിൽ ശക്തമായ പ്രചരണങ്ങൾ കൊണ്ടും പ്രചരണ വൈവിധ്യങ്ങൾ കൊണ്ടും ഒരൊറ്റയാനായി UDF-ൽ നിൽക്കുന്ന ഒരു വലിയ ചെറുപ്പക്കാരനാണ്, യുവ സാന്നിധ്യമാണ് ചാണ്ടി ഉമ്മൻ. പുതുപ്പള്ളിയിൽ നിന്നും എതിരില്ലാതെ ഒരു എതിരില്ലാതെ അക്ഷരാർത്ഥത്തിൽ 16ാം നിയമസഭയിലേക്ക് വരുന്നതോടുകൂടി കടുത്തുരുത്തി, കോട്ടയം, പുതുപ്പള്ളി എന്ന 3 വലതുരുക്ക് കോട്ടകൾ, 6-3 കോട്ടയം വിധി എഴുതിയത് മെയ് 4-ൽ.